ജമ്മു കാശ്മീരിലെ കത്വയിൽ ഭീകരാക്രമണത്തിൽ വീരമൃത്യു വരിച്ച സൈനികരുടെ എണ്ണം 5ആയി. 6 പേർക്ക് പരുക്കേറ്റിട്ടുണ്ട്. പ്രദേശത്ത് ഏറ്റുമുട്ടൽ തുടരുകയാണ്. അച്യുതൻ ചേരുന്നുണ്ട് കൂടുതൽ വിശദാംശങ്ങളുമായി. അച്യുതൻ, ആ മേഖലയിൽ ഇപ്പോഴും ഏറ്റുമുട്ടൽ തുടരുന്നുണ്ടെന്ന വാർത്തയ്ക്കിടെയാണ് ഇപ്പോൾ ഒരു സൈനികന്റെ വീരമൃത്യു വാർത്ത കൂടി വരുന്നത്. നേരത്തെ പരിക്കേറ്റ് ചികിത്സയിലായിരുന്ന ആളാണ് മരിച്ചത്. എന്താണ് നമുക്ക് ലഭിക്കുന്ന പുതിയ അപ്ഡേറ്റുകൾ അവിടെ നിന്നും? പ്രവിത, കത്വയിലെ സൈനിക വാഹനത്തിന് നേരെയാണ് ഭീകരരുടെ ആക്രമണം ഇന്നുണ്ടായത്. അതിൽ 4 സൈനികരായിരുന്നു നേരത്തെ വീരമൃത്യു വരിച്ചത്. നിലവിൽ ചികിത്സയിലായിരുന്ന ഒരു സൈനികൻ കൂടിയാണ് ഇപ്പോൾ വീരമൃത്യു വരിച്ചിരിക്കുന്നത്. അങ്ങനെ ആകെ 5 സൈനികർക്കാണ് ഈ ഭീകരാക്രമണത്തിൽ ജീവൻ നഷ്ടമായിരിക്കുന്നത്. നിലവിൽ ലഭിക്കുന്ന വിവരങ്ങൾ പ്രകാരം ശക്തമായ ഒരു ഏറ്റുമുട്ടൽ ഈ മേഖലയിൽ ഇപ്പോൾ നടക്കുന്നുണ്ട്. കൂടുതൽ സേനയോട് പല ഇടങ്ങളിൽ നിന്നും, ക്യാമ്പുകളിൽ നിന്നും ഇവിടേക്ക് എത്തുവാനുള്ള നിർദ്ദേശവും ഇപ്പോൾ സേനാ മേധാവികൾ നൽകിയിട്ടുണ്ട്. കഴിഞ്ഞ സമീപകാലത്ത് പലയിടങ്ങളിലായി ഈ കഴിഞ്ഞ ദിവസമാണ് രജൌരിയിലും കുൽഗാമിലും ഭീകരാക്രമണങ്ങൾ നടന്നത്. അതിനു മുൻപ് പൂഞ്ച് അടക്കമുള്ള, പഠാൻകോട്ട് അടക്കമുള്ള പലയിടങ്ങളിലും ഇത്തരത്തിൽ ആക്രമണങ്ങൾ നടന്നിരുന്നു. ഈ സമീപകാലത്ത് ഭീകരാക്രമണം സേനയ്ക്ക് നേരെ നിരവധി തവണ ഉണ്ടായിട്ടുണ്ട്. ഇതിന് പിന്നാലെയാണ് രജൌരിക്കും കുൽഗാമിനും ശേഷമാണ് ഇപ്പോൾ കത്വയിലും ഈ സൈനിക വാഹനത്തിന് നേരെ അപ്രതീക്ഷിതമായ ഒരു ആക്രമണം ഭീകരരുടെ ഭാഗത്തുനിന്ന് ഉണ്ടാകുന്നു. എന്തായാലും 5 സൈനികർക്കാണ് ഈ ഒരു ആക്രമണത്തിൽ ജീവൻ നഷ്ടമായത്. തിരിച്ചടി, അതായത് സേനയുടെ ഭാഗത്തുനിന്നും ഒരു തിരിച്ചടിക്കുള്ള നീക്കങ്ങളാണ് ഇപ്പോൾ പുരോഗമിക്കുന്നത്. പ്രവിത. ശരി, എന്തായാലും ജമ്മു കശ്മീരിൽ സ്ഥിതി ഈ രീതിയിൽ തുടരുകയാണ്. ഏറ്റുമുട്ടലുണ്ട്, കൂടുതൽ ഭീകരരുണ്ടോ എന്ന സംശയത്തിലൂടെ തെരച്ചിൽ നടത്തുന്നു. ശക്തമായ ഏറ്റുമുട്ടൽ മേഖലയിൽ നടന്നുകൊണ്ടിരിക്കുകയാണ്. അച്യുതനാണ് ഡൽഹിയിൽ നിന്നും വിശദാംശങ്ങൾ നൽകിയത്.